അരുണങ്കിളിനെ കാണാൻ പോയതല്ലേ? അപ്പോ അവരെ അടുത്തേക്ക് പോയതാ. ശരിക്കും സർപ്രൈസ് ആയി പോയില്ലേ? അതെ, ആർക്കും അറിയില്ലായിരുന്നു അങ്കിള് വരുന്ന കാര്യം. ഇപ്പോ അവിടെ ലച്ചുവണ്ടിയും നെട്ടിപ്പോയിട്ടുണ്ടാവും. അതെ. എടാ, നീ എന്താ ഈ പറയുന്നേ? സത്യായും? എനിക്ക് വയ്യ. ഞാനിത് ഏട്ടനോട് പറഞ്ഞാലോ? വേണ്ട വേണ്ട, എന്തായാലും ഞാനിത് പറയും. നീ എനിക്ക് പ്രോമിസ് തന്നല്ലേ? ഡീ, എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാ ശരി, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ശരിടാ, ഗുഡ് നൈറ്റ്. പാറു, എണീക്ക്. ഇന്നലെ പെണ്ണ് നിന്നെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞേ, വേഗം എണീക്ക്. ഞാനത് മറന്നു. അമ്മ വിളിച്ചത് നന്നായി, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ആ രാക്ഷസി എന്നെ തിന്നേനെ. പാറു, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിനെ രാക്ഷസി ഒന്നും വിളിക്കരുതെന്ന്. ഈ ഇടായിട്ട് നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. അമ്മേ, പേസ്റ്റ് കണ്ടോ? ഞാനത് എടുത്ത് വീങ്ങി. എന്നും പേസ്റ്റ് എവിടെയെന്ന് ചോദിച്ചു വരും. ആദ്യമായി ചോദിക്കുന്ന പോലെ എവിടെ വെക്കുന്ന സ്ഥലം നിനക്കറിയത്തില്ലേ? ഇത്ര വലുപ്പമായിട്ടും എല്ലാം ഞാൻ എടുത്തു തരണോ? എന്ന പല്ലും കൂടെ തേച്ചു തരാം. അയ്യോ, അമ്മ കലിപ്പിലാണല്ലോ. വേണ്ടമ്മേ, ഞാൻ എടുത്തോളാം. ചേച്ചി, ചേച്ചി സംസാരിച്ച് നിൽക്കുവല്ലേ? ഞാൻ ഏതായാലും ഫസ്റ്റ് ഫ്രഷ് ആയി വരാം. അമ്മ ഇതെന്ത് കഷ്ടമാണ്? ഞാനല്ലേ ഫസ്റ്റ് എണീറ്റേ? എന്റെ ദേവു, അതിനിവിടെ ഒരു ബാത്റൂം അല്ലല്ലോ ഉള്ളത്. നീ വേണേ വേറെ ബാത്റൂമിൽ പൊക്കോ. ഇനി അതും പറഞ്ഞ് രണ്ടും കൂടെ രാവിലെ തന്നെ മയക്ക് കൂടാൻ നിൽക്കണ്ട. എന്ത് കഷ്ടം അത്. അല്ലമ്മേ, ലച്ചു എന്തേ? അവളെ എണീറ്റില്ലേ? അവളെ എണീക്കാനോ? അവളെ ഞാൻ പോയി വിളിക്കാതെ എണീക്കത്തൊന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ എണീറ്റു. നീ എണീറ്റോ? എന്നാ ഇന്നേക്കാക്ക് മലർന്ന് പറക്കും. അല്ല, വെറുതെ നീ നേരത്തെ എണീക്കത്തൊന്നുമില്ല. എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ഞാനും ഏട്ടനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാ. എങ്ങോട്ട്? ഏട്ടാ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നില്ലേ? എങ്ങോട്ടാടാ രണ്ടും കൂടെ രാവിലെ തന്നെ പോകുന്നേ? അവളെ എന്നോട് തന്നെ പറഞ്ഞിട്ടില്ല. എന്നിട്ടല്ലപ്പോ അമ്മയോട്. ഏട്ടൻ വേഗം പോയി റെഡി ആവ്. അപ്പോഴേക്കും ഞാൻ റെഡി ആവട്ടെ. എങ്ങോട്ടായിരിക്കും? വേഗം പോയി റെഡി ആവട്ടെ. A few moments later. അല്ല ലച്ചു, നീ എന്നെ കോഫി കുടിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നേ? അതൊക്കെ ഞാൻ പറയാം. ചേട്ടൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാനൊരാളെ കോൾ ചെയ്യട്ടെ. ഇവക്ക് ഇതെന്ത് പറ്റി? ആരെയാ നീ വിളിക്കുന്നേ? ഹലോ വൈഷ്ണവി, നീ ഇതെവിടെയാ? ഞാൻ അവിടെ എത്താനായിട്ടുണ്ട്. എന്റെ വൈഷു, ഒന്ന് വേഗം വന്നൂടെ? ഒരു 2 മിനിറ്റ്, അതിനുള്ളിൽ ഞാനെത്തും. ശരി ശരി. എന്താ മോളെ ആവേശം? ലച്ചു, എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ വൈഷ്ണവി ഇങ്ങോട്ട് വരുന്നേ? അതെല്ലാം ചേട്ടന് മനസ്സിലാവും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഇവക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്. ലച്ചു, നീ വന്നോ? ഇതാ ഏട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മോക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ഞാൻ മാറിയേക്കാം. അവള് പോയല്ലോ. എന്താ ഇവിടെ നടക്കുന്ന വൈഷ്ണവി? നിനക്ക് എന്താ എന്നോട് പറയാനുള്ളേ? ഈശ്വരാ, ഞാൻ പെട്ടല്ലോ. വൈഷ്ണവി, നിന്നോട് ഞാൻ ചോദിക്കുന്നേ, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? പറ. അത് പിന്നെ രാഹുലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏട്ടനെ നല്ല ഇഷ്ടാ. വാട്ട്? നീ ഇതെന്തൊക്കെയാ പറയുന്ന വൈഷ്ണവി? ലച്ചുവിനെ പരിചയപ്പെട്ട മുതൽ തന്നെ അവള് നിങ്ങളെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ഫോട്ടോയും എന്റെ ഹൃദയത്തിലേക്കാണ് കയറിയത്. എനിക്കാണ് ഇപ്പൊ പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. എന്താ രാഹുലേട്ടനൊന്നും പറയാത്തേ? പറയാൻ നീ എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ? എന്നാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. സി വൈഷ്ണവി, എനിക്ക് പ്രേമിച്ച് നടക്കുന്നൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ കാര്യം നീ മറന്നേക്ക്. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. പ്രേമിച്ച് നടക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ വീട്ടിൽ വന്ന് ഒന്ന് സംസാരിച്ചൂടെ? നിർത്തിയേ. താൻ എന്തൊക്കെയാ പറയുന്നേ? നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വെറും 2 ദിവസേ ആയിട്ടുള്ളൂ. അപ്പോയിക്കും പ്രേമം വരാ? ഇതെന്താ? ശരിയാ, നമ്മൾ തമ്മിൽ കണ്ടു തുടങ്ങിയിട്ട് 2 ദിവസേ ആയിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പേ എനിക്ക് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. ലച്ചു എല്ലാം പറയാറുണ്ട്. വൈഷ്ണവി, ഞാൻ പോവാ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. വൈഷ്ണവി, എന്താടി മുഖം വല്ലാതിരിക്കുന്നേ? ഏട്ടനെവിടെ പോയി? അല്ല, ഏട്ടനെന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ രാഹുലേട്ടനല്ലാതെ വേറെ ആരും കേട്ടത്തില്ല. ഇത് വലിയ കുലുമാലായല്ലോ. അല്ല, ഏട്ടന് ദേഷ്യത്തിലാണോ പോയേ? അതെ, ദേഷ്യം പിടിച്ചാ പോയേ. അയ്യോ, ഇന്ന് എന്റെ കാര്യം തീരുമാനായി. വീട്ടിൽ കയറണ്ട. ലച്ചു, ഇവിടെ വന്നേ. ഏട്ടൻ നല്ല കലിപ്പിലാണെങ്കിൽ എന്നെ വെച്ചേക്കില്ല. അവളെ ഞാൻ കാണട്ടെ. എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചിട്ട് അവള് രക്ഷപ്പെട്ടല്ലോ. ലച്ചു, ഞാൻ നിന്നെയാ വിളിക്കുന്നേ. നീ കേൾക്കുന്നില്ലേ? വരുന്നേട്ടാ. ഏട്ടൻ എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചേന്ന് നിനക്കറിയില്ലേ? നീ എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നേ? വൈഷ്ണവിക്ക് എന്നെ ഇഷ്ടമുള്ള കാര്യം നിനക്ക് മുമ്പ് അറിയായിരുന്നോ? ഇല്ല, ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ തന്നെ അറിയുന്നേ. അപ്പൊ പിന്നെ അവള് തന്നെ നേരിട്ട് പറഞ്ഞോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പിന്നെ അത് മാത്രല്ല, എനിക്ക് അവളെ ആദ്യം തൊട്ടേ അറിയാവുന്ന അവളെ എല്ലാ കാര്യങ്ങളും. അവള് നല്ല കുട്ടിയാ, ഏട്ടന് ചേരുന്ന എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അവളെ ഈ വീട്ടിലോട്ട് വന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നേ ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് കുറെ വർഷങ്ങളായി അവളെ അറിയാവുന്നതല്ലേ. ഒരു പാവം കൊച്ചായിട്ടാ അവള് കുറെ പറഞ്ഞതാ പറയണ്ട എന്ന്. എന്റെ
നിർബന്ധപ്രകാരം അവള് പറയാൻ തന്നെ തീരുമാനിച്ച്. എന്നാ നീ അവളോട് പറഞ്ഞേക്ക്. ഇഷ്ടമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞേക്കാം. അതല്ല, ഇഷ്ടമാണെന്ന്. എന്ത്? എന്താ ഞാൻ കേൾക്കുന്നേ? ഏട്ടൻ സത്യമായി പറഞ്ഞാണോ? അതെ, ഞാൻ അവളെ ഫസ്റ്റ് മീറ്റ് ചെയ്തില്ലേ, അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടം അവളോണ്ട് തോന്നിയിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞ അവൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി, അതാ പറയാതിരുന്നേ. ഓഹോ, എന്തൊരു ജാടയായിരുന്നു ഏട്ടനെ. എന്നാ ഇന്ന് തന്നെ അവളോട് പറഞ്ഞൂടായിരുന്നോ? അതിനൊരു ത്രില്ലില്ല. പിന്നെ നീ ചാടിക്കയറി ഇന്ന് തന്നെ പറയാൻ നിൽക്കണ്ട, നാളെ പറഞ്ഞാ മതി. ശരി. ലച്ചു, മോളെ ലച്ചു. ദാ വരുന്നു. എന്നാ ശരി, വലിയേട്ടൻ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, ഷോ, ഇവള് കൊളാക്കൂലേക്കും. ഏട്ടൻ എന്തിനാ വിളിച്ചേ? ആ പിന്നെ അരുണിന്റെ വീട്ടുകാർ വിളിച്ചിരുന്നു. എൻഗേജ്മെന്റിന് പറ്റിയൊരു ഡേറ്റ് പറയാൻ പറഞ്ഞ്. പിന്നെ ഉടനെ തന്നെ വേണമെന്നാ പറഞ്ഞ്. അടുത്ത മാസം ഫസ്റ്റ് ആവുമ്പോത്തിനും അവന് തിരിച്ചു പോവും. പിന്നെ കല്യാണം വന്നിട്ടാവും. എനിക്ക് എന്തായാലും പ്രശ്നമില്ല, നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചോളൂ. ആ, എന്നാ ഞാൻ അവരുമായി സംസാരിക്കട്ടെ. ആന്റിയുടെ ഫോൺ. ആ, ദാ വരുന്നു. ഹലോ വൈഷു, പറ. എന്തായി ലച്ചു? ഏട്ടൻ വഴക്ക് പറഞ്ഞോ? വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാൻ? ദേ, നീ കളിക്കല്ലേ, അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ഇല്ലടോ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വന്നപ്പോ മുതൽ കലിപ്പില. അങ്ങേർക്ക് എന്താ ഇത്രയും ദേഷ്യം? ഇനി വേറെ വല്ല അഫയറും ഉണ്ടോ? ആ, അങ്ങനെ ഒരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സമാധാനം, നീ എന്റെ നാത്തൂനായി വരില്ലല്ലോ. പോടി. ആ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. എന്തെങ്കിലും പറഞ്ഞാ എന്നോട് പറയാൻ മറക്കല്ലേ. ആ, ആലോചിക്കാം. ലച്ചു, ദാ വരുന്നു. ശോ, നാളെയോ ഇനി നേരത്തെ എണീറ്റ് സ്കൂളിൽ പോണ്ടേ? ഇന്നിപ്പോ അങ്ങനെ തന്നെയല്ലേ പാറു? പിന്നെന്താ ഇത്ര പ്രത്യേകത? എന്നാലും ഓരോ ദിവസം വൈകുന്നേരം ആവുമ്പോ സന്തോഷം, രാത്രിയാവുമ്പോ സങ്കടവുമാ. ഓഹോ, എന്നിട്ട് നീ ഇതുവരെ സങ്കടപ്പെട്ടിരിക്കുന്നേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, തമ്പ്രാട്ടി എന്തിനാണാവോ ദുഃഖിച്ചിരിക്കുന്നേ? ഓ, രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി ഹോംവർക്ക് ഒക്കെ ചെയ്ത് സ്കൂളിലെത്തി. ഓ, എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇതിലും വലിയ സങ്കടം ഉണ്ടോ? വൈകുന്നേരം ആവുമ്പോ കുറച്ച് സമാധാനം കിട്ടും. സ്കൂളിൽ പോകണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കും ലൈഫ്. ഫുൾ ടൈം കളിച്ച് നടക്കാം. നീ പറഞ്ഞത് ശരിയാ, അതിനൊരു വഴിയേ ഉള്ളൂ. വേഗം കല്യാണം കഴിച്ചോ. അയ്യടാ, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പളാ അവളൊരു കല്യാണം. ആദ്യം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആവാൻ നോക്കി. ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആയിട്ട് മതി കല്യാണം. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പോ എല്ലാം മനസ്സിലാവും. ലച്ചു ചേച്ചിക്ക് കൗൺസിലറായി പോയിക്കൂടെ? ഇത്രയും കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേ. ഏതായാലും നിങ്ങൾ അംഗീകരിച്ചല്ലോ, അത് മതി. അച്ഛൻ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ചർച്ച? അതൊന്നുമില്ല അച്ഛാ. ഉണ്ട് അച്ഛാ, ഞാൻ പറയാം. എനിക്ക് പഠിക്കാൻ മടിയായതുകൊണ്ട് ദേവേച്ചിനോട് കല്യാണം കഴിക്കാൻ പറയാം. അപ്പൊ ലച്ചേച്ചി പറയാ പഠിച്ച് നല്ല വലിയ ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം. അതെ, ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. എല്ലാരും നന്നായി പഠിച്ച് ജോലിയിലൊക്കെ കയറിയിട്ട് മതി കല്യാണം. അപ്പൊ ആലോചിച്ചാ മതി. ഇപ്പൊ മക്കളെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, കേട്ടല്ലോ. ആ, പിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അരുണിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. അവര് പറയുന്നേ എല്ലാവർക്കും ഓക്കെ ആണ് ഈ വരുന്ന സൺഡേ ആക്ക എൻഗേജ്മെന്റ് എന്നാ. ലച്ചുവിന്റെ അഭിപ്രായം എന്താ? എല്ലാവർക്കും ഓക്കെ ആണ്, അന്ന് തന്നെ നടത്തേട്ടാ. അപ്പൊ കൃഷ്ണ, ജാതകം നോക്കണ്ടേ? അതിലൊന്നും കുഴപ്പമില്ല അമ്മേ. അപ്പൊ ഇന്ന് ജാതകം നോക്കിച്ചേ. അത് ഞാൻ 2 ദിവസം മുന്നേ അരുണിന്റെ വീട്ടിൽ പോയിരുന്നു അവന്റെ ജാതകം വാങ്ങാൻ. എന്നാ ഞാൻ ഓക്കെ ആണെന്ന് പറയാണേ. ആ, ശരി മോനെ. ഇനിയിപ്പോ ദിവസങ്ങൾ കുറവാ, ഒരുപാട് പണികൾ തീർക്കാനുണ്ട്. ഞാനിന്നാ അവരൊന്ന് കോൾ ചെയ്യട്ടെ.